യേശുവിനോട് ചോദിച്ചു, ആരാണ് എൻ്റെ അയൽക്കാരൻ? യേശു പറഞ്ഞു, ഒരുവൻ ജെറുസലേമിൽ നിന്നും ജെറീക്കോയിലേക്ക് പോവുകയായിരുന്നു. അവൻ കവർച്ചക്കാരുടെ കയ്യിൽ പെട്ടു. അവർ അവന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർത്ഥഭ്രാണനാക്കിയിട്ട് പൊയ്ക്കളഞ്ഞു. ഒരു പുരോഹിതൻ ആ വഴിയെ വന്നു. അവനെ കണ്ട് മറുവശത്തൂടെ കടന്നുപോയി. അതേപോലെ ഒരു ലേവായനും അവിടെ വന്നപ്പോൾ അവനെ കണ്ടെങ്കിലും കടന്നുപോയി. എന്നാൽ ഒരു സമരിയാക്കാരൻ യാത്രമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്ന് അവനെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്തു ചെന്ന് എണ്ണയും വീഞ്ഞുമൊഴിച്ച് അവന്റെ മുറിവുകൾ വച്ചുകെട്ടി തന്റെ കഴുതയുടെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു. അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരന്റെ കയ്യിൽ 2 ദനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം. കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട ആ മനുഷ്യന് ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി വർദ്ധിച്ചത്? അവനോട് കരുണ കാണിച്ചവൻ എന്ന് ആ നിയമജ്ഞൻ പറഞ്ഞു. യേശു പറഞ്ഞു, നീയും പോയി അതേപോലെ ചെയ്യുക. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഇരിക്കുക. ക്രിസ്തുവിൽ വാത്സല്യമുള്ള വന്യവൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷത്തിൽ പ്രധാനമായിട്ട് ഒരു സമരിയാക്കാരന്റെ 5 പ്രവൃത്തികളെ കുറിച്ച് നാം വായിച്ചു കേൾക്കുകയുണ്ടായി. സമരിയാക്കാരൻ വീണുകിടന്ന മനുഷ്യനെ കാണുന്നു, അവന്റെ അടുത്ത് ചെല്ലുന്നു, അവന്റെ മുറിവുകൾ വച്ചുകെട്ടുന്നു, അവനെ പരിചരിക്കുന്നു. അവന്റെ മനസ്സിൽ ആ വീണുകിടന്ന മനുഷ്യന്റെ കണ്ടപ്പോൾ മനസ്സ് അലിഞ്ഞു എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു. ഇന്ന് നമുക്കറിയാം, നാം ജീവിക്കുന്ന നമ്മുടെ ഈ ലോകം കരുണയുടെ കണിശക പോലുമില്ലാതെ, കരുണയുടെ നീരുറവ വറ്റി ക്രൂരതയുടെ ഒരു ലോകമാണ് നമ്മുടെ ചുറ്റിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കരുണയുടെ ഉറവ പറ്റിയ മനുഷ്യൻ തന്റെ ഹൃദയത്തിൽ നിന്നും എപ്പോഴാണോ കരുണ നഷ്ടപ്പെട്ടത്, അപ്പോഴൊക്കെ അവന് ദൈവത്തിന്റെ മുഖം നഷ്ടമായി. അവന്റെ ഉള്ളിൽ സഹോദരനോടുള്ള അസൂയയും സഹോദരനുള്ള വിദ്വേഷവും സഹോദരനോടുള്ള വെറുപ്പും കൂടുകൂട്ടി അവൻ ദൈവത്തിൽ നിന്നും അകന്നുപോയി. അങ്ങനെ ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. ആദ്യ മാതാപിതാക്കളായ ആദവും ഹവ്വയുമൊക്കെ ദൈവത്തെ പോലെ ആകുവാനായിട്ടുള്ള അവരുടെ അതിയായ ആഗ്രഹം മൂലമാണ് ദൈവത്തിൽ നിന്നും അകന്ന് അവരിലേക്ക് തന്നെ അവർ ഇറങ്ങി ചെല്ലുകയും ദൈവത്തിൽ നിന്നും അകന്നു പോവുകയും ചെയ്യുന്നത്. എപ്പോഴാണ് മനുഷ്യൻ താനും ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്നുവോ അവിടെ പാപം കടന്നു വരുന്നു. ദൈവവും മനുഷ്യനുമായിട്ടുള്ള അഭിവേദ്യമായ ബന്ധം എപ്പോഴൊക്കെ ഉണ്ടായിരുന്നോ അപ്പോഴൊക്കെ പറുദീസ അവർക്ക് ജീവിക്കാൻ പറ്റിയ സ്ഥലമായി മാറി. എന്നാൽ ആ പറുദീസയിൽ ദൈവവും മനുഷ്യനും സമ്പാദിക്കുന്ന ആ ദിവസങ്ങളിലൊക്കെ അവിടെ സമാധാനവും ശാന്തതയുമായിരുന്നു. എന്നാൽ ദൈവത്തെ പോലെ ആകുവാനായിട്ടുള്ള മനുഷ്യന്റെ അതിയായ ആഗ്രഹം അവനെ ദൈവത്തിൽ നിന്നും അകറ്റുകയുണ്ടായി. ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യൻ ഓരോ ദിവസവും കഴിയും തോറും പാപത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഫലമായിട്ടാണ് ആദ്യമായി ഈ ഭൂമിയിൽ നടന്ന ഒരു കൊലപാതകത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുന്നത്. സഹോദരൻ സഹോദരനെ കൊല ചെയ്യുന്ന ആദ്യത്തെ കൊലപാതകം. ഇന്ന് നാം പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കുമ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയയും മറ്റുള്ള മീഡിയകളിലുമൊക്കെ നോക്കുമ്പോൾ
എല്ലായിടത്തും ചോരക്കറയും ഭയവും ഉളവാക്കുന്ന വാർത്തകളാണ് നാം ഓരോരുത്തരും ഓരോ ദിവസവും വായിക്കുകയും കേൾക്കുകയും കാണുകയും ചെയ്യുന്നത്. എന്താണ് ഇതിന് കാരണം? ഈ തപസ് കാലത്ത് കർത്താവ് നമ്മെ ഇവിടെ ഒരുമിച്ച് കൂടിക്കൊണ്ടുവന്നിരിക്കുന്നുവെങ്കിൽ, ഈ വചനം ശ്രവിക്കുന്ന പല സ്ഥലങ്ങളിലുമായിരിക്കുന്ന സഹോദരങ്ങൾ ഇന്ന് ഈ നിമിഷം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ, ദൈവത്തിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ദൈവം നമ്മെ ക്ഷണിക്കുന്നതിൻ്റെ പദ്ധതിയാണ്. നിന്റെ പാപങ്ങൾ എത്ര തന്നെ കഠിനമായാലും, നിന്റെ ഹൃദയം എത്ര തന്നെ കട്ടിയുള്ളതായാലും, നീ ദൈവത്തിലേക്ക് തിരിച്ചു വരിക. നിന്റെ ഹൃദയത്തെ ഞാൻ മാംസളമാക്കും. നിന്റെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ കരുണ വർഷിക്കും. എൻ്റെ കരുണ എന്നിൽ നിന്ന് നീ പഠിക്കുക. കർത്താവ് സുവിശേഷത്തിൽ പല ഭാഗങ്ങളിലായിട്ട് പറയുന്നു, പലതും കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ കരുണയെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നിൽ നിന്നും പഠിക്കുക എന്നത്. കർത്താവ് എന്നിൽ നിന്നും പഠിക്കുക എന്ന് പറയുമ്പോൾ കർത്താവ് തന്നെയാണ് ആ കരുണ. കർത്താവായ ദൈവം, ദൈവത്തിന്റെ പുത്രനായ യേശു കരുണയുടെ നിറകുടമാണ്. അവിടുന്ന് കരുണയാണ്. അവിടുത്തെ അടുക്കലേക്ക് വരുന്നവർക്ക് മാത്രമേ കരുണ എന്താണെന്ന് അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അവിടെ നിന്നും അകന്നു പോകുന്ന ഓരോ മനുഷ്യനും ഓരോ ദിവസവും അവന്റെ ഹൃദയം കാഠിന്യമുള്ളതാക്കി മാറ്റുന്നു. അവന്റെ ഹൃദയം കട്ടിയുള്ളതാക്കി മാറ്റുന്നു. അവന് ദൈവത്തിന്റെ മൃദുലതയോ ദൈവത്തിന്റെ ശാന്തതയോ അവന് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇടയിൽ വയലൻസ് കടന്നു വരുന്നത്. നമ്മൾ വയലൻസ്, അക്രമം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കാണാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ഭവനം സന്ദർശിക്കുവാനായിട്ട് ചെന്നപ്പോൾ അവിടെ 2 കുട്ടികളുണ്ട്, മൂത്ത മകനും ഇളയ മകനും. അവൻ്റെ അച്ഛൻ ആ മൂത്ത മകനോട് പറഞ്ഞു, അടുത്ത് പുറത്തുണ്ടായിരുന്ന ഒരു മരത്തിൻ്റെ ചില്ല വെട്ടിക്കളയണമായിരുന്നു. അപ്പോൾ ആ പിതാവ് മൂത്ത മകനോട് പറഞ്ഞു, നീ പോയി വെട്ടുന്ന കത്തി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അനുസരണയോടുകൂടി ഈ മകൻ വീടിൻ്റെ ഉള്ളിൽ പോയി ആ കത്തിയുമായിട്ട് വരുന്നത് കണ്ടിട്ട് വെറും 10 വയസ്സുള്ള അനുജൻ പറഞ്ഞത് ഇതാണ്, ഇതാ മാർക്കോ കടന്നു വരുന്നു. എന്തു തോന്നുന്നു? മാർക്കോ കടന്നു വരുന്നു അല്ലേ? മാർക്കോ, അതായത് ആ കുട്ടി, 10 വയസ്സുള്ള കുട്ടിക്ക് അറിയാം ആരാണ് മാർക്കോ എന്ന്. അവന്റെ കയ്യിൽ ചോരയുടെ നിറമാണ്, അവന്റെ കയ്യിൽ കത്തിയാണ്. സ്വന്തം സഹോദരനെ കണ്ടിട്ട് അവൻ അറിയാതെ പറഞ്ഞു പോയി, ഇതാ മാർക്കോ കടന്നു വരുന്നുവെന്ന്. കാരണം അവന്റെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു. മാർക്കോ എന്ന് പറയുന്ന ഒരു സിനിമയാണ്, നിങ്ങൾക്കൊക്കെ കേട്ടിട്ടുണ്ട്, കഴിയുന്നതും കാണാതിരിക്കുക. അപ്പോൾ ഇതിൽ ഓരോ ദിവസവും ഈ വയലൻസ് ഇങ്ങനെ കടന്നു വരുമ്പോൾ ഇന്ന് നാം ജീവിക്കുന്നത്, നാം കാണുന്നത് ഒരു മാർക്കോയെ കുറിച്ചാണ്. പക്ഷേ വിശുദ്ധ ഗ്രന്ഥം എഴുതിയ, സുവിശേഷം എഴുതിയ വിശുദ്ധ മാർക്കോസ് ലീഗായെ നാം ഓർക്കാറില്ല. ദൈവത്തിന്റെ കരുണയെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്ന, യേശുവിനെ കുറിച്ച് നമ്മോട് സംസാരിക്കുന്ന വിശുദ്ധ മാർക്കോയെ നമുക്ക് ആർക്കും പലപ്പോഴും അറിയത്തില്ല. ഈ കൊച്ചുകുട്ടിക്ക് പോലും ചിലപ്പോൾ അറിഞ്ഞെന്ന് വരത്തില്ല. കാരണം അവൻ കണ്ടുകൊണ്ടിരിക്കുന്ന മാർക്കോ കയ്യിൽ കത്തിയുമായി ചോര പുരട്ടി നടക്കുന്ന ഒരു മാർക്കോയാണ്. എന്നാൽ ദൈവസ്നേഹത്തെക്കുറിച്ച് ആഗോളം ദൈവസ്നേഹത്തെക്കുറിച്ച് വളരെയധികം എഴുതിയ, ദൈവസ്നേഹത്തെക്കുറിച്ച് യേശുവിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന, സുവിശേഷം എഴുതിയ വിശുദ്ധ മാർക്കോയെ ഇന്നത്തെ തലമുറയ്ക്ക് അറിയുന്നില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, എപ്പോഴാണോ നാം ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നും അകന്നു പോകുന്നത്, അപ്പോഴൊക്കെ പിശാച് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. എപ്പോഴാണോ നാം ദൈവ സാന്നിധ്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നത്, ആ സമയത്തൊക്കെ നമ്മളിൽ വയലൻസ്, അക്രമാസക്തി കടന്നു വരുന്നു. അതുതന്നെയാണ് പഴയ നിയമത്തിലും സംഭവിച്ചത്. കായേന് ആബേലിനോട് സ്നേഹമുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്നേഹമുണ്ടായിരുന്നു. പക്ഷേ കായേന്റെ ബലിയിൽ കർത്താവ് പ്രീതനാകാത്തത് കൊണ്ടും ആബേലിന്റെ ബലിയിൽ കർത്താവ് പ്രീതനായതുകൊണ്ടും അവനോട് അസൂയ തോന്നിയ കായേൻ അവനെയും കൊണ്ട് വയലിലേക്ക് പോവുകയാണ്. കുഞ്ഞാടിന്റെ സ്നേഹത്തോടുകൂടെ ഒന്നും അറിയാത്ത ആബേല് ചേട്ടൻ വിളിച്ചല്ലോ എന്നുള്ള ആ ഒരു സന്തോഷത്തോടുകൂടി ചേട്ടന്റെ കൂടെ വയലിലേക്ക് പോവുകയാണ്. പക്ഷേ അവിടെ നടക്കുന്നത് വലിയ കൊലപാതകമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സിൽ കരുണയുടെ കണികകൾ നഷ്ടപ്പെടുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണോ ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ കാരുണ്യവും നമ്മൾക്ക് നഷ്ടമാകുന്നത്, അപ്പോഴൊക്കെ നമ്മളെല്ലാം വയലന്റ് ആയിട്ട് മാറുകയും മനുഷ്യരായവർ മൃഗങ്ങളായിട്ട് മാറുക തന്നെ ചെയ്യും. വയലൻസ് എന്ന് പറയുന്നത്
എപ്പോഴും ചോര മാത്രമല്ല. ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന പലരുമൊക്കെ പറഞ്ഞു തന്നിരിക്കും, അച്ഛൻ ഞങ്ങൾ ഒരിക്കലും ആരെയും ഉപദ്രവിച്ചിട്ടില്ല, ആരുടെ നേർക്കും ഞങ്ങൾ കൈ ഓങ്ങിയിട്ടില്ല, ആരെയും ഞങ്ങൾ കത്തി കാണിച്ച് പേടിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ അവിടെ തീരുന്നില്ല നമ്മുടെ വയലൻസ്. നമ്മുടെ നാവിൽ നിന്നും വരുന്ന ഓരോ വാക്കുകളും ചിലപ്പോൾ കത്തിയേക്കാൾ മൂർച്ചയുള്ളതാണ്. ഇന്ന് ഇവിടെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും അവരുടെ വാക്കുകൾ മൂലം തൻ്റെ അയൽവാസിയെ, തൻ്റെ സഹോദരനെ മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വയലൻസ് കടന്നു വന്നിട്ടുണ്ട് എന്നതിന് സംശയവുമില്ല. കത്തി കൊണ്ട് മാത്രമല്ല നമുക്ക് ഒരാളെ മുറിപ്പെടുത്താൻ സാധിക്കുക, നമ്മുടെ വാക്കുകൾ കൊണ്ട് നമുക്ക് ഒരാളെ മുറിപ്പെടുത്തുവാനായിട്ട് സാധിക്കും. നമ്മൾ പറയാറുണ്ടല്ലോ, കയ്യിൽ നിന്നും എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ നമുക്കതിനെ തിരിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. പക്ഷെ വായിൽ നിന്നും വീണാലോ അത് തിരിച്ചെടുക്കുവാനായിട്ട് സാധിക്കുകയില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ കുടുംബ ബന്ധങ്ങൾ തകരുന്നത്? അത് ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ? എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ കുടുംബ ബന്ധങ്ങൾ തകരുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ കുടുംബത്തിലേക്ക് വയലൻസ്, അക്രമാസക്തി കടന്നു വരുന്നത്? അതൊക്കെ ചിന്തിക്കേണ്ട സമയമാണ്. ഇനി നമ്മൾക്ക് ഉറങ്ങിക്കഴിഞ്ഞ് ഇതൊന്നും എനിക്ക് സംഭവിക്കുന്നില്ല, മറ്റെവിടെയാണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ കരുതിക്കൊണ്ട് ആർക്കും തന്നെ സമാധാനത്തോടെ ഇവിടെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ വചനം കത്തി ജ്വലിക്കണം, തീഷ്ണതയോടുകൂടി ജ്വലിക്കണം. ആ വചനത്തിൻ്റെ ശക്തി എപ്പോഴാണ്, ആ വചനത്തിൻ്റെ തീഷ്ണത എപ്പോഴാണോ നമുക്ക് നഷ്ടപ്പെടുന്നത്, അപ്പോൾ നാം ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നുണ്ട്. നമുക്കറിയാം, ഏലിയ പ്രവാചകൻ മലയുടെ മുകളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ നീ ഇവിടെ എന്തു ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ ഏലിയ പ്രവാചകൻ പറഞ്ഞു, സൈന്യങ്ങളുടെ കർത്താവായ ദൈവത്തെക്കുറിച്ചുള്ള തീഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണെന്ന്. നമുക്കറിയാം, കർത്താവിൻ്റെ തിരുഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ, അല്ലെങ്കിൽ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ ഹൃദയത്തിൽ നിന്നും തീ പടരുന്നത് കാണാം, അല്ലെ? ഹൃദയത്തിൽ നിന്നും തീ പടരുന്നത് കാണാം. കാരണം എപ്പോഴും അവിടെ ചൂടാണ്, അവിടെ സ്നേഹത്തിന്റെ ചൂടാണ്, വിശുദ്ധിയുടെ ചൂടാണ്. തീ ഒരിക്കലും കളങ്കത പാലിക്കാനായിട്ട്, കളങ്കത കാത്തു സൂക്ഷിക്കാനായിട്ട് തീക്ക് പറ്റില്ല. തീ എന്നുള്ളത് എല്ലാ മതത്തിലും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ക്രിസ്ത്യ മതത്തിൽ മാത്രമല്ല മറ്റു മതത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുവാനായിട്ടും തീ ശുദ്ധതയുടെ പ്രതീകമാണ്. കാരണം അതിൻ്റെ ഉള്ളിൽ കളങ്കമില്ല. അപ്പം കർത്താവിന്റെ ഹൃദയവും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഹൃദയവും ഇത്രയേറെ ജ്വലിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ ആ ശുദ്ധതയുടെ ജ്വലനമാണ്, സ്നേഹത്തിന്റെ ജ്വലനമാണ്. കർത്താവ് സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ഞാൻ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് തീയിടാൻ വേണ്ടിയാണ്, ആ തീ കത്തി ജ്വലിക്കണമെന്നല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബ ബന്ധങ്ങളിലുമൊക്കെ ഈ തീ എപ്പോഴാണോ, ഈ സ്നേഹത്തിൻ്റെ തീ എപ്പോഴാണോ അണഞ്ഞു പോകുന്നത്, അപ്പോഴൊക്കെ നമ്മളൊരു മന്ദതയിലേക്ക്, നമ്മൾ സ്നേഹമില്ലായ്മ, ഒരു സ്നേഹവും ചൂടുമല്ല തണുപ്പുമല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകുന്നുണ്ട്. മാതാപിതാക്കൾക്ക് മക്കളെ മനസ്സിലാകുന്നില്ല, മക്കൾക്ക് മാതാപിതാക്കളെ മനസ്സിലാകുന്നില്ല. അങ്ങനെ പരസ്പരം ബന്ധമില്ലാത്ത ഒരു ജീവിതമാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും കാണുന്നത്. ഇങ്ങനെ ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യനെ ദൈവം തിരികെ കൊണ്ടുവരാൻ വേണ്ടിയാണ് പ്രവാചകന്മാരെ നമ്മുടെ ഇടയിലേക്ക് അയച്ചത്. അവസാനം തൻ്റെ ഏകപുത്രനെ നമുക്ക് ബലിയായി നൽകിയതും. ഈ തപസ് കാലത്ത് നാം എല്ലാ ദിവസവും ധ്യാനിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതുമായ ഒരു കാര്യമാണ്, എന്തുകൊണ്ടാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്, എന്താണ് കർത്താവ് ഈ ഭൂമിയിൽ ചെയ്തത്, എന്താണ് കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്തതെന്ന്. പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യനെ വീണ്ടും ദൈവത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ദൈവം ആഗ്രഹിച്ചപ്പോൾ ജോയേൽ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവിൻ. നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നതും ഇത് തന്നെയാണ്. പശ്ചാത്താപമുള്ള ഒരു ഹൃദയത്തോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു പോന്നുകൊണ്ട് നമ്മുടെ വസ്ത്രങ്ങളല്ല കീറേണ്ടത്, നമ്മുടെ ഹൃദയങ്ങളാണ് കീറേണ്ടത്. ഹൃദയങ്ങൾ കീറുക എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത് പോലെ നമ്മുടെ ശാരീരികമായ ഒരു അവയവത്തെ കീറിമുറിക്കുക എന്നല്ല തിരുവചനം ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് നമ്മളിൽ ഒരു മാറ്റമുണ്ടാകണം. ഇന്ന് വരെ ഞാൻ ജീവിച്ച ആ രീതിയിലായിരിക്കരുത് ഇനി മുതൽ ഞാൻ ജീവിക്കേണ്ടത്.
ഇന്നലെ നിന്നും ഉണ്ടായ പല പാഠങ്ങളും പഠിച്ചുകൊണ്ട് നാളെ ഒരു മാറ്റം, ഇന്ന് തന്നെ ഒരു മാറ്റം വരുത്തി നാളെ എൻ്റെ ജീവിതം വളരെ അർത്ഥപൂർണവും സ്നേഹസമ്പന്നവും കാരുണ്യവുമുള്ള ഒരു ജീവിതമാക്കി മാറ്റിയെടുക്കുമ്പോൾ മാത്രമേ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന, എന്നെ കാണുന്ന, എന്നോട് സംസാരിക്കുന്ന വ്യക്തികൾക്ക് എൻ്റെ കരുണയും സ്നേഹവും ആസ്വദിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേൾക്കുകയുണ്ടായി സമരിയാക്കാരൻ്റെ ഉപമ. സമരിയാക്കാരൻ്റെ ഉപമയിൽ എങ്ങനെയാണ് നാം ഒരു വ്യക്തിയോട് കരുണയുള്ളവരായിട്ട് ജീവിക്കേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ യേശുനാഥൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യേശു പഠിപ്പിച്ച ഈ പാഠത്തിൽ ഒരു നിയമജ്ഞൻ, നമുക്കറിയാം നിയമജ്ഞന്മാർ ആരാണെന്ന് അല്ലെ, നിയമം വളരെ വ്യക്തമായിട്ട് പഠിച്ച് വിദ്യാഭ്യാസവും വളരെ അറിവും നേടിയ ഒരു വ്യക്തി, ഒരു യുവാവാണ് യേശുവിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് ചോദിക്കുന്നത്, നിത്യജീവൻ പ്രാപിക്കുവാനായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. അവൻ നിത്യജീവൻ പ്രാപിക്കുവാൻ വേണ്ടി അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ അന്നുവരെ അവന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുവെന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കാരണം 10 കൽപ്പനകളും അതേപോലെ അനുസരിച്ചുകൊണ്ട് അതിനനുസരിച്ച് ഒരു വിശ്വസ്തനായ യഹൂദനായിട്ട്, വിശ്വസ്തനായ ഒരു നിയമജ്ഞനായിട്ട് അവൻ ജീവിക്കുകയായിരുന്നു. പക്ഷേ അവനിൽ ഒരു കുറവുണ്ട്. അവന്റെ കുറവ് അവൻ തിരിച്ചറിയുന്നില്ല. അവന്റെ കുറവ് അവൻ തിരിച്ചറിയാത്തിടത്തോളം കാലം അവന് ഒരിക്കലും നിത്യജീവൻ സ്വന്തമാക്കുവാനായിട്ട് സാധിക്കുകയില്ല. കാരുണ്യത്തിന്റെ ആശയവിനിമയത്തെക്കുറിച്ച് ഒരു പ്രബന്ധത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: നാം മറ്റുള്ളവരുമായിട്ട് കരുണയോടുകൂടെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ, കരുണയോടുകൂടി ആശയവിനിമയം നടത്തണമെന്നുണ്ടെങ്കിൽ ആദ്യമേ എനിക്ക് വേണ്ടത് എന്നെക്കുറിച്ചുള്ള ബോധ്യമാണ്. സെൽഫ് നോളജ് എന്ന് പറയും ഇംഗ്ലീഷിൽ. എന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് എന്താണെന്ന്. കാരണം പണ്ട് മുതലേ തത്വശാസ്ത്രജ്ഞന്മാരും പണ്ഡിതന്മാരും ഒക്കെ ചോദിച്ച ഒരു ചോദ്യമാണ്, ഹൂ ആം ഐ? ഞാൻ ആരാണ്? ഞാൻ എവിടെ നിന്ന് വരുന്നു? എന്താണ് എൻ്റെ അസ്തിത്വം? എപ്പോഴാണോ ഞാൻ എൻ്റെ അസ്തിത്വം മറന്നു പോകുന്നത്, ഞാൻ ആരാണെന്ന് എനിക്ക് ഉള്ള ബോധ്യം നഷ്ടപ്പെടുന്നത്, അപ്പോൾ എന്നിൽ പാപം കടന്നു വരുന്നു, എന്നിൽ അക്രമാസക്തി കടന്നു വരുന്നു. എപ്പോഴാണ് ഞാൻ എന്നെ തന്നെ തിരിച്ചറിയുന്നത്, എൻ്റെ അസ്തിത്വം, ഞാൻ എവിടെ നിന്ന് വരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കിയാൽ എൻ്റെ ജീവിതവും അതിനനുസരിച്ചായിരിക്കും ഞാൻ ക്രമപ്പെടുത്തുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ കർത്താവ് എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ച് ഈ ഭൂമിയെ മുഴുവനും സൃഷ്ടിച്ചതിന് ശേഷം പറഞ്ഞു, നമുക്കിനി നമ്മുടെ ഛായയിലും സദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അങ്ങനെ ദൈവം തൻ്റെ ഛായയിലും സദൃശ്യത്തിലും സൃഷ്ടിച്ച വ്യക്തികളാണ് നാം ഓരോരുത്തരും. എന്താണ് ദൈവത്തിൻ്റെ ഛായയും സദൃശ്യവും? പലപ്പോഴുമൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്, ദൈവം സ്നേഹമാണ്, ദൈവം കരുണയാണ്. അത് തന്നെയാണ് ദൈവത്തിൻ്റെ ഛായയും സദൃശ്യവും എന്ന് പറയുന്നത്. ദൈവം തൻ്റെ ഛായയിലും സദൃശ്യത്തിലും ദൈവത്തെ പോലെ ആയിരിക്കുവാനും ദൈവത്തെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനായിട്ട് നമ്മെ സൃഷ്ടിച്ചുവെങ്കിൽ നമുക്ക് ഈ ദൈവത്തിൻ്റെ ഛായയും സദൃശ്യവും ഓരോ ദിവസവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടിയാണ് ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം കേട്ടതുപോലെ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത്. ദൈവം ഇറങ്ങി വരികയാണ്. ഈ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ഈ ലോകത്തിന്റെ അധിപനായ നാഥൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പൊടിയും ചാരവുമായ മനുഷ്യനോട് സമ്പാദിക്കുവാൻ തയ്യാറാകുകയാണ്. പൊടിയും ചാരവുമായ മനുഷ്യനോട് പറയുകയാണ്, നീ വരിക, നമുക്ക് സംസാരിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ, വരിക, നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. നിന്റെ പാപങ്ങൾ എത്ര തന്നെ കാഠിന്യമുള്ളതായിരുന്നാലും, നിന്റെ ഹൃദയം എത്ര തന്നെ കാഠിന്യമുള്ളതായിരുന്നാലും അതിനെ ഞാൻ മൃദുലമാക്കും. നിന്റെ പാപങ്ങൾ ഞാൻ ക്ഷമിക്കും. നമുക്ക് രമ്യതപ്പെടാമെന്ന് പ്രവാചകൻ വഴി കർത്താവ് നമ്മളോട് പറയുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ ഉത്ഥാനത്തിനും കർത്താവിൻ്റെ പീഡാസഹനവും മരണവും ഉത്ഥാനവും ഒക്കെ ധ്യാനിക്കുകയും അത് ആഘോഷിക്കുവാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും കർത്താവ് ഇന്ന് ക്ഷണിക്കുകയാണ്. വരിക, നമുക്ക് രമ്യതപ്പെടാം. കർത്താവുമായിട്ട് രമ്യതപ്പെടണമെന്നുണ്ടെങ്കിൽ ആദ്യമേ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2 കാര്യം ചെയ്യണം. ഒന്നാമത്, നാം നമ്മോട് തന്നെ രമ്യതപ്പെടണം. രണ്ടാമത്, നാം നമ്മുടെ സഹോദരങ്ങളോട് രമ്യതപ്പെടണം. എന്തിനാണ് ഞാൻ എന്നോട് തന്നെ രമ്യതപ്പെടേണ്ടത്?
പലപ്പോഴും ഒക്കെ കുമ്പസാരക്കൂട്ടിലിരിക്കുമ്പോഴും മറ്റുള്ളവരെയൊക്കെ ധ്യാനിപ്പിക്കുമ്പോഴും കൗൺസിലിംഗ് ഒക്കെ നടത്തുമ്പോഴും ഒക്കെ ചിലരൊക്കെ വന്നിട്ട് പറയാറുണ്ട്, അച്ഛാ, ഞാൻ ആ വ്യക്തിയോട് ക്ഷമിച്ചിരിക്കുന്നു, പക്ഷെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് ക്ഷമിക്കാനായിട്ട് സാധിക്കുന്നില്ല. എന്താണ് കാരണം? എന്താണ് കാരണം? പൂർണ്ണമായിട്ട് നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യമേ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ക്ഷമ എന്നുള്ളത് ആൾക്ക് നമ്മൾ ആരോട് ക്ഷമിക്കുന്നോ ആ വ്യക്തികളെക്കാൾ കൂടുതൽ ആവശ്യമുള്ളത് ഞാനാണ് എന്ന് പൂർണ്ണമായ ബോധ്യത്തിലേക്ക് കടന്നു വന്നാൽ മാത്രമേ പൂർണ്ണ ഹൃദയത്തോട് മറ്റുള്ളവരോട് ക്ഷമിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, ഞാൻ ഒരു വ്യക്തിയോട് ക്ഷമിക്കുമ്പോൾ ആ വ്യക്തിയിൽ ചിലപ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടായെന്ന് വരില്ല, ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകാം. പക്ഷെ എൻ്റെ ഉള്ളിൽ ഞാൻ ആ മനുഷ്യനെതിരായിട്ട് ഞാൻ വച്ചുകൊണ്ട് നടക്കുന്ന ആ വെറുപ്പും വിദ്വേഷവും ആ വൈരാഗ്യവും അല്ലെങ്കിൽ ആ മുറിവും ഞാൻ എന്നിൽ തന്നെ ഉണക്കിയില്ലെങ്കിൽ, എന്നിൽ തന്നെ ആ മുറിവ് ഉണക്കാനായിട്ട് ഞാൻ ശ്രമിച്ചില്ലെങ്കിൽ ഈ മുറിവ് ഓരോ ദിവസവും എന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. നേരെ മറിച്ച് ഞാൻ ആ മുറിവ് ദൈവത്തിൻ്റെ ഈ ഫൊർഗീവ്നെസ്, അതായത് ക്ഷമയിലൂടെ ഞാൻ ആ മുറിവ് ഉണക്കുകയാണെങ്കിൽ ആദ്യമേ എൻ്റെ ഉള്ളിൽ തന്നെ ഒരു സൗഖ്യമുണ്ടാകും. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും മറ്റുള്ളവരോട് പൂർണ്ണ ഹൃദയത്തോടുകൂടെ ക്ഷമിക്കുവാനായിട്ട് സാധിച്ചില്ലെങ്കിൽ ആദ്യമേ ചിന്തിക്കേണ്ടത് ഇതാണ്: എനിക്കാണ് ആവശ്യം, ഞാനാണ് ഈ തെറ്റ് ആദ്യം എന്നോട് തന്നെ ക്ഷമിക്കേണ്ടത്. ഞാൻ എൻ്റെ തെറ്റ്, എൻ്റെ കുറവുകളും എൻ്റെ കുറ്റങ്ങളുമൊക്കെ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് തന്നെ എന്നോട് അനുകമ്പ തോന്നും. നേരെ മറിച്ച് മറ്റുള്ളവരാണ് കുറ്റക്കാരൻ, മറ്റുള്ളവരുടെ ഭാഗത്താണ് തെറ്റ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നാം ഓരോരുത്തരും സ്വയം ന്യായീകരിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഞാൻ പറഞ്ഞു, അനുകമ്പ ആർന്ന ആശയവിനിമയത്തിലേക്ക് നമുക്ക് കയറി ചെല്ലണമെങ്കിൽ, അങ്ങനെ ഒരു ആശയവിനിമയം നടത്തണമെന്നുണ്ടെങ്കിൽ ആദ്യമേ നമുക്ക് വേണ്ടത് സെൽഫ് നോളജാണ്. അതായത് എന്നെക്കുറിച്ച് തന്നെ ഉള്ള അറിവ്. എന്നെക്കുറിച്ചുള്ള അറിവെന്ന് പറയുമ്പോൾ എൻ്റെ കഴിവുകളെക്കുറിച്ചുള്ള ബോധ്യം, എൻ്റെ കുറവുകളെക്കുറിച്ചുള്ള എനിക്കുള്ള ബോധ്യം. ഇങ്ങനെ പൂർണ്ണമായ ബോധ്യമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ മറ്റുള്ളവരുടെ കുറവുകളും മറ്റുള്ളവരുടെ കഴിവുകളുമൊക്കെ അംഗീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നേരെ മറിച്ച് ഇത് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിച്ചില്ലെങ്കിൽ പലപ്പോഴും നമ്മൾ നോക്കിക്കാണുന്നത് മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും മാത്രമാണ്. അപ്പം കർത്താവായ ദൈവം നമ്മോട് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്: ഞാൻ ആർദ്രഹൃദയനാണ്, ക്ഷമാശീലനും ആർദ്രഹൃദയനുമായ എന്നിൽ നിന്നും നിങ്ങൾ പഠിക്കുകയെന്ന്. അപ്പം ആർദ്രഹൃദയനായ യേശുവിൽ നിന്നും പഠിക്കണമെങ്കിൽ നാം നമ്മെ തന്നെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ കുറവുകളും നമ്മുടെ കുറ്റങ്ങളും ഒക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നോട് തന്നെ അനുകമ്പ ഉള്ള ഒരു വ്യക്തിയായിട്ട് വളർന്നാൽ മാത്രമേ മറ്റുള്ളവരോട് എനിക്ക് അനുകമ്പയോടുകൂടെ പെരുമാറുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാതെ പലപ്പോഴും മറ്റുള്ളവരോട് അനുകമ്പ കാണിക്കുവാനായിട്ട് നാം ഉത്സാഹിച്ചു ചെല്ലുമ്പോൾ എന്നോട് തന്നെ ഞാൻ അനുകമ്പ കാണിച്ചില്ല എങ്കിൽ ആ അനുകമ്പയ്ക്ക് ഒരു പൂർണ്ണതയുണ്ടാകുകയില്ല. പലപ്പോഴും നമുക്കറിയാമല്ലോ, നമുക്ക് നമ്മുടെ തെറ്റുകൾ നമ്മളോട് ക്ഷമിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കുന്നത് പോലെ മറ്റുള്ളവരുടെ തെറ്റുകളും അവരോട് ക്ഷമിക്കുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കുറവുകൾ ഞാൻ മനസ്സിലാക്കണം. എനിക്കൊരു കുറവുമില്ല. ചൂണ്ടുവിരലും കൊണ്ട് എപ്പോഴും മറ്റുള്ളവന്റെ കുറവിലേക്ക് മാത്രം നോക്കിയിരിക്കുന്ന ഒരു വ്യക്തിക്ക് തന്നെക്കുറിച്ച് പൂർണ്ണമായിട്ടുള്ള ഒരു അറിവുണ്ടാകുകയില്ല. ഇങ്ങനെ തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള അറിവില്ലാത്ത ഒരു വ്യക്തിക്ക് തൻ്റെ കുറവുകളെ അംഗീകരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഈ കുറവുകളെ അംഗീകരിക്കാത്ത ഒരു വ്യക്തിക്ക് തന്നോട് തന്നെ അനുകമ്പയുള്ള ഒരു വ്യക്തിയായിട്ട് മാറുവാനായിട്ട് സാധിക്കുകയില്ല. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് കരുണയ്ക്കായിട്ട് നമുക്ക് ഒരു ഗാനം ആലപിച്ചുകൊണ്ട് കർത്താവിൻ്റെ കൂടുതൽ കരുണ നമ്മളെക്കുറിച്ച് തന്നെ നമുക്ക് പൂർണ്ണമായ ബോധ്യമുണ്ടാകുവാനായിട്ട് കർത്താവിൻ്റെ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
നീറും ജീവിതം എണ്ണവറ്റിയ വിളക്കുമായി നീറിടുന്നു ജീവിതം. വീണുടഞ്ഞ പാത്രമാണു ഞാൻ നാഥ, വീണ്ടും ഒരു ജനനം നൽകിയിടേണമേ നാഥ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. പൂർവപാപത്തിൻ ശാപം പേറിടുന്നു ഞാൻ. രോഗവും ദുരിതവും നാൾക്കുനാൾ വളരുന്നു. പൂർവപാപത്തിൻ ശാപം പേറിടുന്നു ഞാൻ. രോഗവും ദുരിതവും നാൾക്കുനാൾ വളരുന്നു. ദൈവത്തിൻ ആത്മാവ് എന്നിൽ നിർവീര്യമായി പാപമെന്നെ പാതാള വഴിയിലെത്തിച്ചു. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരങ്ങൾ ഉയർത്തി യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരിക്കുക. കർത്താവിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ ആ കരുണ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ടതുപോലെ ആരാണ് എൻ്റെ അയൽക്കാരൻ എന്നുള്ള സ്വയം ന്യായീകരണത്തിൻ്റെ ആ ചോദ്യത്തിന് കർത്താവ് നൽകിയ മറുപടി ഡയറക്റ്റായിട്ട് നേരിട്ട് ഒരു ഉത്തരം കൊടുക്കുന്നതിന് പകരം കർത്താവ് പറഞ്ഞ സമരിയാക്കാരൻ്റെ, നല്ല സമരിയാക്കാരൻ്റെ ഉപമയാണ് നാം ഇന്ന് ധ്യാന വിഷയമായിട്ട് എടുത്തിരിക്കുന്നത്. ഇതിൽ ഞാൻ വായിച്ചു നാം കേട്ടതുപോലെ ആ സമരിയാക്കാരൻ്റെ പ്രവൃത്തികളാണ് നാം ഇന്ന് കൂടുതലായിട്ട് ചിന്തിക്കുന്നത്. കർത്താവിനോട് ആ നിയമജ്ഞൻ ചോദിച്ചു, ആരാണ് എൻ്റെ അയൽക്കാരനെന്ന്. ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും ചോദിക്കുക, ആരാണ് എൻ്റെ കൂട്ടുകാരൻ? അയൽക്കാരൻ എന്നുള്ള വാക്കിന് പകരം ഞാനിവിടെ ഉപയോഗിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് കൂട്ടുകാരൻ എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും തന്നെ ഒത്തിരിയേറെ കൂട്ടുകാരുണ്ടല്ലേ? ഉണ്ടോ? എല്ലാവർക്കും ഉണ്ടോ? ഒത്തിരിയേറെ കൂട്ടുകാരുണ്ട്. എവിടെയൊക്കെയാണ് ഉള്ളത് നിങ്ങളുടെ കൂട്ടുകാർ? സാധാരണ ഞാൻ ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പം ലൈവിൽ കാണുന്നവർക്ക് അവരോട് ചോദിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങളോട് തന്നെ ചോദിക്കാം. നിങ്ങൾക്ക് എത്ര കൂട്ടുകാരാണ് ഉള്ളത്? ഒത്തിരി കൂട്ടുകാരുണ്ട് അല്ലേ? ഒത്തിരിയേറെ കൂട്ടുകാരുണ്ട്. എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ എത്രയുണ്ടാവും? ആർക്കെങ്കിലും പറയാവോ? എത്ര കൂട്ടുകാരുണ്ട്? ആരെങ്കിലും ഒരാളെങ്കിലും പറയുക. 100 പേരോ?
ഒരാളോ? അമ്മച്ചി പറയുന്നു ഒരാളാണെന്ന്. കൊള്ളാം. അത് ആത്മാർത്ഥതയുള്ള കൂട്ടുകാരിയോ കൂട്ടുകാരനായിരിക്കും അല്ലേ? അല്ലേ? കർത്താവാണോ? അത് കൊള്ളാം, നല്ല കാര്യം. അതിലേക്ക് തന്നെ ഞാൻ വരാം. കർത്താവിനെയാണ് ആ അമ്മച്ചി കൂട്ടുകാരനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതേപോലെ കർത്താവിനെ കൂട്ടുകാരനായിട്ട് തിരഞ്ഞെടുത്ത ഒരു വിശുദ്ധയുണ്ട്. നിങ്ങൾ കാണുന്നു, ഞാനൊരു കർമ്മലീത്താക്കാരനാണ്. നിഷ്പാതുക കർമ്മലീത്ത സഭയിലെ ഒരംഗമാണ് ഞാൻ. ഞങ്ങളുടെ സഭാ സ്ഥാപകയായ വിശുദ്ധ അമ്മത്രേസ്യയെക്കുറിച്ച് എന്തെങ്കിലും പറയാതെ പോയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ചൊന്നും പറയാതെ പോകുന്നതിന് തുല്യമായിരിക്കും. അപ്പോൾ വിശുദ്ധ അമ്മത്രേസ്യ കർമ്മല സഭയെ നവീകരിക്കുന്നതിൻ്റെ ഏക ഉദ്ദേശം ഒരെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: യേശുവിന് വേണ്ടി കൂട്ടുകാരെ നേടിയെടുക്കുക. അമ്മച്ചി പറഞ്ഞതുപോലെ തന്നെയാണ്. യേശുവിന് വേണ്ടി കൂട്ടുകാരെ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് വിശുദ്ധ അമ്മത്രേസ്യ സഭയെ നവീകരിച്ചത്. ആ യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പിന്റെ, കൂട്ടുകെട്ടിന്റെ, സൗഹൃദത്തിനെ കുറിച്ച് ഞാൻ വരാം. ഇന്ന് അത് പറയുമ്പോൾ ഞാൻ വെറുതെ പറയുകയല്ല. നമുക്കെല്ലാവർക്കും തന്നെ ഇപ്പൊ മൊബൈൽ കയ്യിലെടുക്കുകയാണെങ്കിൽ ഒരു സമയം പോലും ഒന്ന് സ്വസ്ഥമായിരിക്കാതെ കൂട്ടുകാരുടെ മെസ്സേജുകൾ, ഒരു മെസ്സേജിന് പുറകെ മറ്റൊരു മെസ്സേജ്, പിന്നെ കുറേ ഫോട്ടോസ്, വീഡിയോസ്, ഇങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ വന്നുകൊണ്ടിരിക്കും അല്ലെ? ഇപ്പോഴൊക്കെ സോഷ്യൽ നെറ്റ്വർക്ക് വന്നതോടുകൂടി ഒരാൾക്ക് ഒരു കൂട്ടുകാരനുണ്ടാവും, പിന്നെ അയാൾക്ക് ആ കൂട്ടുകാരന്റെ കൂട്ടുകാരനുണ്ടാവും, പിന്നെ അയാളുടെ കൂട്ടുകാരനുണ്ടാവും. ഇങ്ങനെ ഒരു ശൃംഖലയാണ് നാം ഇവിടെ നമ്മുടെ ഇടയിലൊക്കെ കാണും. ഇവരോടൊക്കെ എല്ലാ ദിവസവും സംസാരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? എനിക്ക് പറ്റില്ല കേട്ടോ. എനിക്ക് ഇത്തരത്തിലുള്ള സോഷ്യൽ ഫ്രണ്ട്ഷിപ്പിനോട് എന്തോ ഒരു വലിയ ഇഷ്ടക്കുറവാണ്. സോഷ്യൽ ഫ്രണ്ട്ഷിപ്പിനേക്കാളും ഞാൻ ആഗ്രഹിക്കുന്നത് യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പാണ്, യഥാർത്ഥ സൗഹൃദം. ഏതെങ്കിലും എൻ്റെ കൂട്ടുകാരനോട് മുഖത്തോട് മുഖം പോയി നിന്ന് അവനോടൊന്ന് സംസാരിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതാണ് ഞാൻ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ഇത്തരത്തിലുള്ള ഒരു സൗഹൃദമാണ്. നമുക്ക് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടാകാം, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കൂട്ടുകാരുണ്ടായിരിക്കാം. പക്ഷേ യഥാർത്ഥത്തിലുള്ള ഒരു കൂട്ടുകാരനെ ദൈവവചനം പറയുന്നുണ്ട്, യഥാർത്ഥത്തിലുള്ള ഒരു സുഹൃത്തിനെ കണ്ടെത്തുന്നവൻ ഒരു നിധി കണ്ടെത്തുന്നവന് തുല്യമാണ്. അത്രയ്ക്കും അമൂല്യമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരി ഉള്ളത്. അവരുമായിട്ട് നമുക്ക് സ്നേഹബന്ധത്തിൽ, സ്നേഹ സംഭാഷണത്തിൽ ഏർപ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കുമെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. കാരണം ഇന്ന് യഥാർത്ഥത്തിലുള്ള സൗഹൃദം നടിക്കുന്നവരും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇന്ന് നമ്മുടെ ഇടയിലൊക്കെ ഉള്ളത്. നമുക്ക് ആരെയും തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇവൻ യഥാർത്ഥത്തിൽ എൻ്റെ ഒരു സുഹൃത്താണോ, എൻ്റെ നന്മ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. സൗഹൃദം എന്ന് പറയുമ്പോൾ നമ്മൾ പല വിശുദ്ധന്മാരും വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരും വ്യാഖ്യാനിക്കുന്നത് മറ്റുള്ളവൻ്റെ നന്മ ആഗ്രഹിക്കുന്നവനാണ് യഥാർത്ഥത്തിലുള്ള കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി. എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, പല തവണ നാം കേട്ടിട്ടുണ്ട്. ആവശ്യത്തിന് സഹായിക്കുന്നവനാണ് കൂട്ടുകാരൻ എന്ന് നാം കേട്ടിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിലുള്ള ഒരു കൂട്ടുകാരൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ആവശ്യ സമയങ്ങളിൽ നമ്മെ സഹായിക്കുന്നവൻ മാത്രമല്ല, എപ്പോഴും നമ്മോട് കൂടെ ആയിരിക്കുന്നവനായിരിക്കണം കൂട്ടുകാരൻ. അതായത് കൂടെ ആയിരിക്കുക എന്നുള്ളത് കൊണ്ട് എപ്പോഴും ഫിസിക്കലായിട്ട്, അതായത് തൊട്ടടുത്ത് കാണണം എന്നല്ല ആഗ്രഹിക്കുന്നത്. ആ വ്യക്തി എപ്പോഴും ഇദ്ദേഹത്തിന്റെ നന്മ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. സഹായിക്കുവാനായിട്ട് കിട്ടുന്ന ഒരു അവസരം പാഴാക്കാതെ അത് ഉപയോഗിക്കുന്നവനായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, വിശുദ്ധ അമ്മത്രേസ്യ തൻ്റെ മഠം സ്ഥാപിച്ചത് തന്നെ യേശുവിന് വേണ്ടി കൂട്ടുകാരെ ഉണ്ടാക്കുവാനായിട്ടാണ്. കാരണം നമുക്കറിയാം 15-ാം നൂറ്റാണ്ടിൽ സ്പെയിനിന്റെ അവസ്ഥ എന്താണെന്ന്. ലൂതർ തിരുസഭയെ നവീകരിക്കാൻ, അല്ലെങ്കിൽ ലൂതർ പ്രൊട്ടസ്റ്റന്റ് മൂവ്മെന്റോടുകൂടെ ആ ഒരു സമയത്ത് സഭയെ റിഫോം ചെയ്യുന്ന ആ ഒരു സമയത്ത് പലരും കത്തോലിക്ക വിശ്വാസം ഉപേക്ഷിച്ചുകൊണ്ട് മറ്റ് മതത്തിലേക്ക് പോവുകയും ക്രിസ്തുവിനെ പല രീതിയിലും തള്ളിപ്പറയുന്ന ഒരു അവസ്ഥയായപ്പോൾ കർത്താവിന് കൂട്ടുകാരെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സന്യാസ ജീവിതം തിരഞ്ഞെടുത്തുകൊണ്ട് ആവൃത്തിയിൽ ജീവിക്കുവാനായിട്ട് കടന്നു വരുന്ന കന്യാസ്ത്രീമാര് പോലും, അച്ഛന്മാര് പോലും യഥാർത്ഥത്തിൽ വിശ്വസ്തയോടുകൂടെ അവരുടെ വിശ്വാസ ജീവിതം, അവരുടെ സമർപ്പണ ജീവിതം ജീവിക്കാതെ വന്നപ്പോഴാണ് അമ്മത്രേസ്യ തൻ്റെ സഭ നവീകരിക്കാനായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്.
എവിടെയൊക്കെ സഭ സ്ഥാപിച്ചുവോ അവിടെയൊക്കെ അമ്മ ത്രേസ്യ പറയുന്നു അവിടെ ഉള്ള അംഗങ്ങളുടെ എണ്ണം 13 ആയിരിക്കണമെന്ന്. 13 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടെന്ന് അറിയാവോ? അവിടെ ഇപ്പോഴും ഈ നിയമം കന്യാസ്ത്രീ നമ്മുടെ മിണ്ടാമഠത്തിലെ കർമ്മലീത്ത മിണ്ടാമഠത്തിലെ ഏത് കോൺവെന്റുകളിൽ പോയി നോക്കിയാലും ഈ ഒരു നിയമം ഇപ്പോഴും നമ്മൾ പാലിക്കുന്നുണ്ട്. അതായത് 13 ഈ നമ്പർ. 13 എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 ശിഷ്യന്മാരും പിന്നെ യേശുവും. അപ്പം 12 ശിഷ്യന്മാരും യേശുവും കൂടെ ചേർന്ന ഒരു സമൂഹമായിരിക്കണം ഈ മിണ്ടാമഠം എന്നുള്ളത് കൊണ്ട് തന്നെ ആ യേശുവിന് വേണ്ടി സുഹൃത്തുക്കളെ ഉണ്ടായിരിക്കണം, യേശുവിന് വേണ്ടി സുഹൃത്തുക്കളെ നേടിയെടുക്കണം. പ്രാർത്ഥനയിലൂടെയും പുണ്യപ്രവർത്തികളിലൂടെയും യേശുവിന് വേണ്ടി സുഹൃത്തുക്കളെ ഉണ്ടാക്കിയെടുക്കണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അമ്മ കർമ്മലീത്ത സഭ നവീകരിക്കുന്നത്. ഇപ്പോൾ അത് പറയാതിരിക്കാൻ പറ്റില്ല. ഈ അമ്മ തന്നെ പ്രാർത്ഥനയെ വളരെ മനോഹരമായിട്ട് നിർവചിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: പ്രാർത്ഥന എന്നുള്ളത് സുഹൃത്തുക്കൾ തമ്മിലുള്ള സ്നേഹ സംഭാഷണം പോലെയാണ്. എന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് ഞാൻ നടത്തുന്ന സ്നേഹ സംഭാഷണമാണ് പ്രാർത്ഥന. എത്ര മനോഹരമല്ലേ? എന്തുകൊണ്ട് ഈ അമ്മ ത്രേസ്യയ്ക്ക് ഇത്തരത്തിൽ വളരെ മനോഹരമായിട്ടും ലളിതമായിട്ടും പ്രാർത്ഥനയെ നിർവചിക്കാൻ സാധിച്ചത്? മറ്റൊന്നും കൊണ്ടല്ല. അമ്മ ത്രേസ്യയുടെ ജീവിതത്തിലും അമ്മ ത്രേസ്യയ്ക്ക് ഒത്തിരിയേറെ കൂട്ടുകാരുണ്ടായിരുന്നു. നല്ല കൂട്ടുകാരും ഉണ്ടായിരുന്നു, ചീത്ത കൂട്ടുകാരും ഉണ്ടായിരുന്നു. അമ്മ ത്രേസ്യയുടെ രചിച്ചിട്ടുള്ള ബുക്കുകളൊക്കെ വായിക്കുമ്പോഴൊക്കെ നമുക്ക് ഒത്തിരിയേറെ നല്ല സുഹൃത്തുക്കളെയും കാണാം. പക്ഷെ അതോടൊപ്പം തന്നെ അമ്മ ത്രേസ്യയുടെ ചെറുപ്പകാലത്ത് അമ്മ ത്രേസ്യയെ നേരായ വഴിയിൽ നിന്നും മാറ്റിക്കൊണ്ടുപോയ സുഹൃത്തുക്കളെക്കുറിച്ചും അമ്മ ത്രേസ്യ പറയുന്നുണ്ട്. അങ്ങനെ നല്ല സുഹൃത്തുക്കളോടുകൂടി ചേർന്നുകൊണ്ട് അമ്മ ത്രേസ്യക്ക് തൻ്റെ വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ടും ദൈവവചനത്തെക്കുറിച്ച് ധ്യാനിക്കുവാനായിട്ടും മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാനുമായിട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് അമ്മ ത്രേസ്യക്ക് ഇത്ര മനോഹരമായിട്ട് പ്രാർത്ഥനയെക്കുറിച്ച് നിർവചിക്കുവാനായിട്ട് സാധിച്ചത്. നമ്മുടെ ജീവിതത്തിലും നല്ല സുഹൃത്തുക്കൾ ഇല്ലെങ്കിൽ, വഴിതെറ്റിക്കുന്ന സുഹൃത്ത് ബന്ധങ്ങളാണ് നമുക്കുള്ളതെങ്കിൽ, അത് അടുത്തു തന്നെയുള്ള സുഹൃത്തുക്കളായിക്കൊള്ളട്ടെ, ദൂരെയുള്ള സുഹൃത്തുക്കളായിക്കൊള്ളട്ടെ, നല്ല സുഹൃത്ത് ബന്ധമല്ല എങ്കിൽ ഓരോ ദിവസവും അവർ നമ്മെ വഴി തെറ്റിക്കുവാനായിട്ട് ചിലപ്പോഴൊക്കെ ശ്രമിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ടതുപോലെ ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന് ചോദിച്ചതുപോലെ ആരാണ് എൻ്റെ സുഹൃത്ത് എന്നുള്ള ആ ഒരു ചോദ്യത്തിന് ഇന്ന് നമ്മൾ ഉത്തരം കണ്ടെത്തണം. അങ്ങനെ ഒരു ഉത്തരം കണ്ടെത്തിയില്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരെ പോലെ വെളിച്ചം കാണാതെ എങ്ങോട്ടാണ് പോകേണ്ടതെന്നറിയാതെ ആരെങ്കിലും കാണിച്ചു തരുന്ന കാറ്റത്താടുന്ന ഞങ്ങളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും, ഒരു ദിവസം ഒരുത്തൻ വന്ന് പറയുന്നു അതാണ് ശരിയെന്ന് പറയുമ്പോൾ അവന്റെ പിന്നാലെ പോകുന്നു, അത് കഴിഞ്ഞിട്ട് വേറൊരുത്തി വന്ന് പറയുന്നു അതാണ് ശരിയെന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നാലെ പോകുന്നു. കാരണം നമുക്കറിയില്ല എന്താണ് ശരിയെന്നുള്ളത്. ഈ ഭൂമിയുടെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുത്തിന് മാത്രമേ ചങ്കൂറ്റത്തോടുകൂടി പറയുവാനായിട്ട് സാധിച്ചിട്ടുള്ളൂ, ഞാനാണ് വഴിയും സത്യവും ജീവനുമെന്ന്. അത് കർത്താവാണ്, വേറെ ആരുമല്ല. ഈ ഭൂമിയുടെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മറ്റൊരു വ്യക്തിക്കും പറയാനായിട്ട് സാധിക്കാത്ത അത്രയും ഉറപ്പോടും ചങ്കൂറ്റത്തോടും കൂടെ പറയുവാനായിട്ട് സാധിച്ചത് യേശുവിന് മാത്രമാണ്. യേശുവിന് മുമ്പോ യേശുവിന് ശേഷമോ ഒരൊറ്റ ഒരു വ്യക്തിക്ക് പോലും പറയുവാനായിട്ട് സാധിച്ചിട്ടില്ല ഞാനാണ് വഴിയും സത്യവും ജീവനുമെന്ന്. ഞാൻ വഴിയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് എത്തുന്നില്ല എന്ന്. അപ്പം അത്തരത്തിലുള്ള സത്യസന്ധമായ ഒരു സുഹൃത്ത് ബന്ധം അമ്മച്ചി പറഞ്ഞതുപോലെ യേശുവുമായിട്ടുള്ള ഒരു നല്ലൊരു സുഹൃത ബന്ധം നമുക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിച്ചില്ല എങ്കിൽ നമുക്ക് നല്ല സുഹൃത്തുക്കളോ നല്ല അയൽക്കാരോ ആയി തീരുവാനായിട്ട് സാധിക്കുകയില്ല. ഇനി ഈ സുഹൃത്ത് ബന്ധം എങ്ങനെയാണ് ഓരോ ദിവസത്തിലും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതെന്നതിനെ കൂടെ കുറിച്ച് നമുക്കിപ്പോൾ ചിന്തിക്കാം. നമ്മൾ കണ്ടു, സമരിയാക്കാരനായ ആ മനുഷ്യൻ ആ വഴിയെ കടന്നു വന്നപ്പോൾ അവശ നിലയിൽ കണ്ട ആദ്യമേ കാണുക എന്നുള്ളൊരു പ്രവൃത്തിയാണ് അവിടെ വരുന്നത്. കാണുക. അപ്പോഴ് നമ്മൾ പലപ്പോഴും പലതുമൊക്കെ കണ്ടിട്ട് കാണാത്ത പോലെ നമ്മൾ പോകാറുണ്ട്. കണ്ണുണ്ടായിട്ടും കാണാത്തവരാണ് നമ്മൾ പലരുമൊക്കെ. ഒരു വ്യക്തിയുടെ ആവശ്യങ്ങൾ കണ്ടപ്പോൾ കാണാതെ പോകുന്നവനാണെങ്കിൽ അവൻ യഥാർത്ഥത്തിലുള്ള സുഹൃത്തല്ല.
അപ്പോൾ ഒരു വ്യക്തി അവശനിലയിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ എൻ്റെ മുമ്പിൽ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ സാന്ത്വനത്തിന്റെ ഒരു വാക്ക് ലഭിക്കാതെ അസ്വസ്ഥമായി കഴിയുന്ന ഒരു അമ്മയോ ഒരു അച്ഛനെയോ ഒരു മക്കളെയോ അല്ലെങ്കിൽ സഹോദരങ്ങളെയോ കൂട്ടുകാരെയോ കണ്ടുകൊണ്ട് അവർക്ക് സാന്ത്വനത്തിന്റെ ഒരു വാക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കാതെ അവനെ കാണാതെ ഞാൻ കടന്നു പോവുകയാണെങ്കിൽ ഞാൻ അവന്റെ സുഹൃത്തല്ല, ഞാൻ അവന്റെ അയൽവാസിയുമല്ല. അവനെ കാണണം, അവൻ്റെ ആ സങ്കടത്തിൽ ഞാൻ പങ്കുചേരണം. കമ്പാഷൻ എന്നുള്ള ഇംഗ്ലീഷ് വാക്കിന് ഇതുകൊണ്ട് ഈ ആർദ്രത, അതായത് മറ്റുള്ള ഒരു വ്യക്തിയോട് ഈ അദ്ദേഹത്തിൻ്റെ സഹനത്തിൽ അദ്ദേഹത്തോടൊത്ത് ചേർന്ന് അദ്ദേഹത്തോടൊത്തുള്ള അനുകമ്പയാണ്. ആ അനുകമ്പ വെറുതെ വാക്കിൽ കാണുന്ന അനുകമ്പയല്ല. ഒരാളോടൊപ്പം ഒരു വണ്ടി ഇടിച്ച് കിടക്കുന്ന ഒരു മനുഷ്യനെ കാണുമ്പോൾ അയ്യോ എന്തു സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് നടന്നു പോയി കഴിഞ്ഞാൽ ആ അനുകമ്പ പൂർണ്ണമാകുകയില്ല. നേരെ മറിച്ച് ഞാൻ ആ ഒരു വ്യക്തിയെ കാണുകയും ആ അനുകമ്പയാർന്ന കണ്ണുകളോടുകൂടി അനുകമ്പയാർന്ന കരങ്ങളോടുകൂടി ഞാൻ ആ മനുഷ്യന്റെ അടുത്ത് ചെന്ന് അവനെ ശുശ്രൂഷിക്കുമ്പോഴാണ് ഞാനും യഥാർത്ഥത്തിൽ ഒരു സമരിയാക്കാരനായി തീരുന്നത്, യഥാർത്ഥത്തിൽ ഒരു അയൽക്കാരനായി തീരുന്നത്, യഥാർത്ഥത്തിൽ ഒരു കൂട്ടുകാരനായിട്ട് മാറിത്തീരുന്നത്. രണ്ടാമതായിട്ട് അവനെ കാണുക മാത്രമല്ല ഈ സമരക്കാരന് സംഭവിച്ചത്, അവന് ഈ രോഗിയായി വഴിയിൽ അവശനായി കിടക്കുന്ന വ്യക്തി കണ്ട് അനുകമ്പ തോന്നി എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ചാണ്. അപ്പൊ ഈ അനുകമ്പ എന്നുള്ളത് വെറുതെ ഒരു തോന്നൽ മാത്രമല്ല, അതൊരു പ്രവൃത്തിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ കാണിച്ചാൽ മാത്രമേ ഞാനും അനുകമ്പയുള്ളവനായിട്ട് മാറുകയുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ അനുകമ്പ വെറുതെ വെള്ളത്തിന്റെ മുകളിൽ പടർന്നു കിടക്കുന്ന എണ്ണയുടെ പാട പോലെ ആയിരിക്കും. വെള്ളത്തിന്റെ മുകളിൽ പടർന്നു കിടക്കുന്ന എണ്ണ ഒരിക്കലും വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നില്ല. ഇതേപോലെ എനിക്ക് ഒരാളെ കണ്ടുകൊണ്ട് അയാളോട് അനുകമ്പ തോന്നി, അയ്യോ ഇത് സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞ് കണ്ടുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ നടന്നു പോകാം, ആ പുരോഹിതനും ലേവ്യനും ചെയ്തതുപോലെ. പക്ഷെ ഈ സമരിയക്കാരൻ അത് ചെയ്തില്ല. അവൻ കണ്ടു, മനസ്സലിഞ്ഞു, അവന്റെ അടുത്തു ചെന്നു. അടുത്തു ചെല്ലുക എന്നുള്ളതിന് ഒരു ഇതുണ്ട്. കരുണയുടെ സ്പർശം നമ്മുടെ ജീവിതത്തിലൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ കാണുന്ന ഇതാണ്. എപ്പോഴും അവരൊക്കെ അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്ന വ്യക്തികളാണ്. നമുക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് സ്നേഹമുണ്ടെങ്കിലും പ്രകടിപ്പിക്കാനായിട്ട് അറിയത്തില്ല. സ്നേഹമുണ്ട്, കടലോളം സ്നേഹവുമായിട്ടാണ് ഓരോ മനുഷ്യരും നടക്കുന്നത്. പക്ഷെ ആ സ്നേഹം പ്രകടിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നില്ല പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ. പലപ്പോഴും പേടിയാണ് നമുക്ക് നമ്മളൊരു വ്യക്തിയെ സ്നേഹിക്കുന്നു എന്ന് പറയുവാനായിട്ടോ അദ്ദേഹത്തിന്റെ ആവശ്യത്തിൽ അദ്ദേഹത്തിനെ ഒന്ന് മാറോട് ചേർത്ത് പിടിക്കുവാനോ സഹായിക്കുവാനോ നമ്മുടെ ഹൃദയത്തിന്റെ ചൂട് പകർന്നു നൽകുവാനോ നമുക്ക് ഭയമാണ്. എന്തിനാണ് നാം ഭയപ്പെടുന്നത്? നമ്മുടെ ഹൃദയം ശുദ്ധമാണെങ്കിൽ നാം ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. പലപ്പോഴും നമ്മുടെ മനസ്സിൽ ശുദ്ധതയില്ലാത്തത് കൊണ്ടാണ് ഒരു വ്യക്തിയെ കാണുമ്പോൾ നമ്മുടെ കണ്ണുകളിലൂടെയും നമ്മുടെ കാതുകളിലൂടെയും നമ്മുടെ നോട്ടത്തിലൂടെയും ഒക്കെ നമ്മൾ പാപം ചെയ്യുന്നത്. കർത്താവ് സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഒരു മനുഷ്യന്റെയും പുറമെ നിന്ന് അവന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു വ്യക്തിയും ഒരു സാധനവും ഒരു കാര്യം പോലും അവനെ അശുദ്ധനാക്കുന്നില്ല. നേരെ മറിച്ച് അവന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് പോകുന്നതാണ് അവനെ അശുദ്ധനാക്കുന്നതെന്ന്. നമ്മുടെ ഹൃദയം ശുദ്ധതയുള്ളതാണോ? നമ്മുടെ മനസ്സ് ശുദ്ധമായതാണോ? കളങ്കരഹിതമാണോ? എങ്കിൽ നാം പേടിക്കേണ്ട കാര്യമില്ല. മറ്റുള്ളവരോട് നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കുവാനായിട്ടും പറയുമ്പോൾ വെറുതെ വാക്കിലൂടെ മാത്രമുള്ള സ്നേഹപ്രകടനവും യഥാർത്ഥത്തിലുള്ള സ്നേഹമല്ല, സൗഹൃദവുമല്ല. അദ്ദേഹത്തിന്റെ ഈ സമരിയാക്കാരൻ നമ്മളോട് കാണിച്ചതുപോലെ അവനെ കാണുന്നു, അവന്റെ അടുത്ത് ചെല്ലുന്നു, അവനോട് അനുകമ്പ തോന്നുന്നു, അത് കഴിഞ്ഞിട്ട് അവനെ ശുശ്രൂഷിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ നാം ശുശ്രൂഷിക്കുമ്പോഴൊക്കെ നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു സന്തോഷം തോന്നാറുണ്ടല്ലേ? മറ്റുള്ളവരെ എന്തെങ്കിലും ഒരു നന്മ ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്കൊരു സന്തോഷം തോന്നാറുണ്ട്. ആ സന്തോഷം തോന്നുന്നത് നല്ല കാര്യമാണ്. പക്ഷെ ഞാൻ ആ പ്രവൃത്തി ചെയ്യുന്നത് ഈ സന്തോഷം കിട്ടാൻ വേണ്ടി മാത്രമാണെങ്കിൽ എന്താണ് ദൈവത്തിൽ നിന്നും എനിക്ക് ലഭിക്കേണ്ട പ്രതിഫലം ലഭിക്കാതെ പോകുന്നുണ്ട്. അപ്പം കർത്താവ് പറയുന്നുണ്ട്, നീ എൻ്റെ നാമത്തിൽ ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ പോലും അതിന്റെ പ്രതിഫലം നിനക്ക് ദൈവം തരുമെന്ന് പറയുമ്പോൾ എൻ്റെ പ്രതിഫലം ഈ മനുഷ്യനിൽ നിന്നല്ല, എൻ്റെ പ്രതിഫലം ദൈവത്തിൽ നിന്നാണ് എനിക്ക് ലഭിക്കേണ്ടതെന്ന് ഞാൻ വിശ്വസിച്ചു കഴിഞ്ഞാൽ, ഒരാർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് അവരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ താങ്ക് യു എന്നോ നന്ദി എന്നോ അല്ലെങ്കിൽ നന്നായി ചെയ്തു എന്നുള്ള ഒരു അപ്രിസിയേഷൻ വാങ്ങിക്കാനോട്ടോ ഞാൻ അവിടെ നിൽക്കില്ല, ഞാൻ കടന്നു പോകും.
കർത്താവിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, അവൻ നന്മ ചെയ്ത് കടന്നുപോയി എന്നാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നന്മ ചെയ്തിട്ട് അവിടെ നിൽക്കേണ്ടവരല്ല, നമ്മളും നന്മ ചെയ്തിട്ട് കടന്നു പോകേണ്ടവരാണ്. ഇവിടെ ഇന്ന് നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്മ മറ്റുള്ളവരിലേക്ക്, ഇന്ന് ലഭിക്കാത്ത മറ്റൊരു വ്യക്തിയിലേക്ക് ആ നന്മയെ നമ്മൾ കൊണ്ടു ചെല്ലേണ്ട വ്യക്തികളാണ്. അപ്പോൾ ഈ ശുശ്രൂഷിക്കുന്ന ഈ മനുഷ്യൻ അതാണ് യഥാർത്ഥത്തിലുള്ള അയൽക്കാരനായിട്ട് മാറുന്നത്. അവനെ ശുശ്രൂഷിക്കുകയും അവന്റെ മുറിവുകളിൽ എണ്ണ ഒഴിച്ച് മുറിവുകൾ വച്ചു കെട്ടിയെന്നാണ് പറയുന്നത്. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ തന്നെ ഒത്തിരിയേറെ നമ്മുടെ ഇപ്പോൾ ഈ പരിശുദ്ധമായ ഈ സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരിക്കുന്ന നമ്മൾ തന്നെ പലർക്കും മുറിവുകളുണ്ട്. ആരും പറയണ്ട എനിക്ക് മുറിവുകളില്ല എന്ന്, എങ്കിൽ അത് നുണയാണ്. നമുക്കെല്ലാവർക്കും തന്നെ പലതരത്തിലുള്ള മുറിവുകളുണ്ട്. അത് ചെറിയ മുറിവുകളായിക്കൊള്ളട്ടെ, വലിയ മുറിവുകളായിക്കൊള്ളട്ടെ. ഈ മുറിവുകളൊക്കെ ഞാൻ എൻ്റെ അടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനോ എൻ്റെ ഭാര്യയ്ക്കോ എൻ്റെ മക്കൾക്കോ എൻ്റെ സുഹൃത്തിനോ അവന് ഒരു മുറിവുണ്ട്, അവൻ്റെ ഹൃദയം വേദനിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ സ്നേഹമാകുന്ന തൈലം കൊണ്ട് ആ മുറിവിനെ വച്ചു കിട്ടാനായിട്ട് നമുക്ക് സാധിച്ചില്ലെങ്കിൽ നല്ലൊരു ഭർത്താവോ നല്ലൊരു ഭാര്യയോ നല്ല മക്കളോ നല്ല അയൽവാസിയോ നല്ല സുഹൃത്തുക്കളോ ഈ തീരാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അപ്പോൾ ഈ സമരിയാക്കാരൻ നമ്മളോട് കാണിച്ചു തരുന്ന ഈ പാഠം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ളവരുടെ മുറിവുകൾ കണ്ടുകൊണ്ട് അത് കണ്ടില്ല എന്ന് പറഞ്ഞ് ഓടി രക്ഷപ്പെടുകയല്ല വേണ്ടത്, അവിടെ നിന്നുകൊണ്ട് ആ മുറിവുകളെ വച്ചു കെട്ടണം, ആ മുറിവുകളെ സൗഖ്യപ്പെടുത്തണം. കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് നമ്മുടെ മുറിവുകളെയൊക്കെ സൗഖ്യപ്പെടുത്താൻ വേണ്ടിയാണ്. കർത്താവിൻ്റെ കുരിശിലേക്ക് നോക്കുമ്പോൾ അവിടെ തന്നെ കൈ കെട്ടപ്പെട്ട കർത്താവിൻ്റെ രൂപം നമുക്ക് കാണാം. അല്ലെങ്കിൽ കർത്താവിൻ്റെ ക്രൂശിത രൂപത്തിലേക്ക് നമുക്ക് നോക്കുമ്പോഴൊക്കെ അവൻ്റെ ശരീരം മുഴുവനും മുറിവേറ്റത് എന്തിനു വേണ്ടിയാണ്? എനിക്ക് വേണ്ടിയാണ്. അവൻ പീഡകൾ സഹിച്ചത് എനിക്ക് വേണ്ടിയാണ്. അവൻ കുരിശ് ചുമന്നത് എനിക്ക് വേണ്ടിയാണ്. അവൻ കുരിശിൽ തൂങ്ങി മരിച്ചത് എനിക്ക് വേണ്ടിയാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചാൽ മാത്രമേ എൻ്റെ മുറിവുകൾ അവൻ്റെ മുറിവുകളോട് ചേർത്ത് വെക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എൻ്റെ മുറിവുകൾ അവൻ്റെ മുറിവുകളോട് ചേർത്ത് വെക്കുമ്പോൾ എൻ്റെ മുറിവിന് സൗഖ്യം നൽകും. കാരണം അവൻ്റെ വിലാപ്പുറത്തിൽ നിന്ന് വരുന്ന ചോരയും വെള്ളവും എന്നെ കഴുകി വിശുദ്ധീകരിക്കും, എൻ്റെ മുറിവുകൾ വച്ചുകെട്ടും, എന്നെ സൗഖ്യപ്പെടുത്തും. ഈ നല്ല സമരിയക്കാരൻ ചെയ്തതുപോലെ നമ്മുടെ സമൂഹത്തിൽ ഇന്നുള്ള മുറിവുകളെ ഉണക്കുവാനായിട്ട് വിളിക്കപ്പെട്ട സമരിയക്കാരാണ് ക്രിസ്ത്യാനികളായ നാം എല്ലാവരും തന്നെ. ക്രിസ്തുവിനെ അറിഞ്ഞിട്ടുള്ള എല്ലാ വ്യക്തികളും, അത് ക്രിസ്തു മതത്തിലുള്ളവരായിക്കണമെന്നില്ല, ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ ഏതൊരു വ്യക്തിയും ചെയ്യേണ്ടത് മറ്റുള്ളവരുടെ മുറിവുകൾ സ്നേഹം കൊണ്ട് വച്ചുകെട്ടി അവനെ സൗഖ്യപ്പെടുത്തേണ്ടവരാണ്. അപ്പോൾ നമ്മളും മറ്റൊരു ക്രിസ്തുവായിട്ട് രൂപാന്തരപ്പെടും. നമ്മളും മറ്റൊരു സമരിയക്കാരനായിട്ട് മാറും. മറ്റുള്ളവരുടെ മുറിവുകളിലൊക്കെ തൈലം കൊണ്ട് പൂശി അവരെ സൗഖ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതവും സൗഖ്യമുള്ളതായി മാറും. അങ്ങനെ തൈലവും പൂശി അവനെ അവിടെ കിടത്തി പിന്നെ ആ സമരിയക്കാരൻ യാത്ര പുറപ്പെടുന്നില്ല. അവൻ സഞ്ചരിച്ചിരുന്ന ആ മൃഗത്തിൻ്റെ മുകളിൽ കയറ്റിക്കൊണ്ട് അവനെയും കൊണ്ട് സത്രത്തിലേക്ക് കടന്നു പോവുകയാണ്. അവിടെ സത്രത്തിൽ ചെന്നിട്ട് സത്രം സൂക്ഷിപ്പുകാരന് കുറച്ച് കാശ് കൊടുത്തിട്ട് പറയാണ്, ഇവന്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളുക, ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തിരികെ വരുമ്പോൾ ബാക്കിയുള്ളത് ചെയ്തു കൊള്ളാമെന്ന്. ഇപ്പോഴും പറയുന്നത് ഇദ്ദേഹത്തിന്റെ പ്രവൃത്തി ആ മുറിവ് ഉണക്കുന്നതിൽ തീരുന്നില്ല. താൻ എന്തിനു വേണ്ടിയാണോ യാത്ര പുറപ്പെട്ടത്, ആ യാത്ര നിവൃത്തിയാക്കുവാൻ വേണ്ടി, തൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പോലും തൻ്റെ മുൻപിൽ ഒരാൾക്ക് ഒരു പുണ്യപ്രവൃത്തി ചെയ്യുവാനായിട്ട് അതൊരു തടസ്സമാകുന്നില്ല എന്നാണ് സമരിയാക്കാരൻ നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു പാഠം. ലേവിയും പുരോഹിതനും ഈ മനുഷ്യനെ തൊടാത്തതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ദേവാലയത്തിലേക്ക് പോകുന്നവരാണ്, അല്ലെ? അവർ ദേവാലയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ മനുഷ്യനെ തൊട്ട് കഴിഞ്ഞാൽ അശുദ്ധരാകും എന്ന് കണ്ടതുകൊണ്ടാണ് അവർ ഈ മനുഷ്യന്റെ അടുത്തേക്ക് പോകാത്തത്. എന്നാൽ ഇതിൽ സമരിയക്കാരന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അവന്റെ യാത്ര പുറപ്പെട്ടപ്പോൾ അവനൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പാണ് അവൻ ഈ ഒരു മനുഷ്യനെ കാണുന്നത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത്, നമ്മൾക്കൊക്കെ എല്ലാവർക്കും 24 മണിക്കൂറുണ്ടെങ്കിലും ചിലർക്കൊക്കെ സമയം തികയുന്നില്ല, അല്ലെ? എൻ്റെ കാര്യം കഴിഞ്ഞിട്ടാണ് ഞാൻ മറ്റുള്ള ഒരാളെ സഹായിക്കുവാനായിട്ട് സമയവും സൗകര്യവും കണ്ടെത്തുന്നതെങ്കിൽ അതിലൊരു യാതൊരു അർത്ഥവുമില്ല.
ഈ സമരിയാക്കാരൻ തന്റെ യാത്ര പൂർത്തീകരിച്ചിട്ട് തിരിച്ചു വന്നിട്ടല്ല ഈ മനുഷ്യനെ സഹായിക്കുന്നത്, അവന്റെ ശുശ്രൂഷകനായിട്ട് മാറുന്നത്. അവന്റെ യാത്ര മധ്യയാണ് ഈ മനുഷ്യനെ കണ്ടുമുട്ടുന്നതെന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അവൻ ഒരു ലക്ഷ്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് അവനൊരു തടസ്സമാണ്. മാനുഷികമായ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു തടസ്സമാണ്. ആ തടസ്സത്തെ പോലും അവൻ അവന്റെ ജീവിതത്തിൽ പുണ്യപ്രവർത്തിക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതുകൊണ്ട് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ സമയവും സൗകര്യവും നോക്കി നമ്മൾ ആരെങ്കിലുമൊക്കെ സഹായിക്കുവാനായിട്ട് പോവുകയാണെങ്കിൽ ആ സഹായത്തിന് വലിയ അർത്ഥമില്ലെന്ന് മാത്രമാണ് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നേരെ മറിച്ച് എനിക്ക് എൻ്റെതായ ഉത്തരവാദിത്വങ്ങളും എൻ്റെതായിട്ടുള്ള സമയക്കുറവുകൾ ഉണ്ടായിട്ട് പോലും എൻ്റെ സഹോദരന് വേണ്ടി, എൻ്റെ കൂട്ടുകാരന് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ അയൽവാസികൾക്ക് വേണ്ടി, എൻ്റെ ഭർത്താവിന് വേണ്ടി, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തുവാനായിട്ട് സാധിക്കുമെങ്കിൽ ഞാനും യഥാർത്ഥത്തിലുള്ള ഒരു കൂട്ടുകാരനും അയൽക്കാരനുമൊക്കെ ആയിത്തീരും. നേരെ മറിച്ച് എൻ്റെ സമയവും സൗകര്യവും ഒക്കെ നോക്കി ഞാൻ ആരെങ്കിലും സഹായിക്കുകയാണെങ്കിൽ നാം നല്ലൊരു സമരിയാക്കാരനായിട്ട് തീരുകയില്ല. ഈ നിമിഷം ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം വയലൻസിനും അല്ലെങ്കിൽ മറ്റുള്ള അസ്വസ്ഥതയ്ക്കും ഉള്ള ഏക കാരണം കേൾക്കുവാനായിട്ടുള്ള ഒരു മനസ്സില്ലായ്മയാണ്. നമുക്ക് മറ്റുള്ളവരെ കേൾക്കുവാനായിട്ടുള്ള മനസ്സും സൗകര്യവും സമയവും ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. ചിലപ്പോഴൊക്കെ ഞാൻ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം ഒരച്ഛനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞതാണ്, അച്ഛൻ യൂത്തിൻ്റെയൊക്കെ ഇൻചാർജ് ആയിട്ടുള്ള ഒരു അച്ഛനാണ്. അപ്പോൾ ഇന്നത്തെ യൂത്തിനെ കാണുമ്പോഴൊക്കെ നമുക്ക് ഭയമാണ്, അവരോട് എങ്ങനെ സംസാരിക്കണം, എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകുമെന്നുള്ള ഭയത്തിലെ ഒരു കാര്യം ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞൊരു കാര്യം ഇതാണ്: അച്ഛാ, ഇന്നത്തെ യുവാക്കൾക്കും യുവതികൾക്കും മോനെ മോളെ എന്ന് വിളിച്ച് കേൾക്കുന്നത് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണെന്ന് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ഇന്നത്തെ തലമുറയ്ക്ക്, യുവാക്കൾക്കും യുവതികൾക്കും അവരെ മുതിർന്ന വ്യക്തികൾ മോനെ മോളെ എന്ന് വിളിച്ചു കേൾക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണെന്ന്. ഇത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിച്ചു പോയൊരു കാര്യമുണ്ട്. എന്താണ് ഈ സ്നേഹത്തോടുകൂടെ മോനെ മോളെ എന്ന് വിളിക്കുന്ന ആ ഒരു നല്ലൊരു പ്രവൃത്തിക്കും കുടുംബത്തിൽ ക്ഷാമം വന്നു? ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന അച്ഛനും അമ്മയും നിങ്ങളുടെ മക്കളെയൊക്കെ സ്നേഹത്തോടെ മോളെ മോനെ എന്ന് തന്നെയാണോ വിളിക്കുന്നത്? ആ വന്നല്ലോ കാട്ടാളൻ, വന്നല്ലോ, സ്കൂളൊക്കെ തീർന്നോ, ആ വന്നല്ലോ അലവലാതി, അല്ലെ? ഇങ്ങനെയാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെയല്ലല്ലേ. ഇവിടെ കൂടിയിരിക്കുന്നവരൊക്കെ നല്ല മാതാപിതാക്കളാണ്. അവരുടെ മക്കളെ സ്നേഹത്തോടുകൂടെ തന്നെ അടുത്ത് സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ കളിച്ചുകൊണ്ടൊക്കെ ഓടി വരുമ്പോൾ മകളെ കളി എങ്ങനെയുണ്ടായിരുന്നു, സ്കൂൾ എങ്ങനെയുണ്ടായിരുന്നു എന്ന് മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിക്കുന്ന മാതാപിതാക്കളാണ് നിങ്ങളെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അത് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അത് നിങ്ങളിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഇവർ പുറത്തുപോയി വേറെ ആരെങ്കിലും കെട്ടിപ്പിടിക്കും. അന്ന് നിങ്ങൾ കരഞ്ഞോണ്ട് വരരുത്. നിങ്ങൾ കൊടുക്കേണ്ട ആ കെട്ടിപ്പിടുത്തത്തിന്റെ ചൂടും സ്നേഹവും നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ ഭർത്താവിനും നിങ്ങളുടെ ഭാര്യയ്ക്കും നിങ്ങൾക്ക് കൊടുക്കുവാനായിട്ട് സാധിച്ചില്ലെങ്കിൽ അവിടെയും നിങ്ങൾ ദരിദ്രരാണെങ്കിൽ ഒരു കാര്യം ഓർത്തുകൊള്ളുക, കിട്ടിണർത്ത് പോയി അവർ വാങ്ങിച്ചുകൊണ്ട് വരും. പിന്നെ അന്ന് കരഞ്ഞു വന്നിട്ട് കാര്യമില്ല. അപ്പൊ സ്നേഹം കൊടുക്കേണ്ട സ്ഥലത്ത്, സ്നേഹം കൊടുക്കേണ്ട കുടുംബത്തിൽ സ്നേഹവും ആ കാരുണ്യവും നിങ്ങൾ കൊടുക്കുവാനായിട്ട് തയ്യാറായില്ലെങ്കിൽ അത് കിട്ടുന്ന സ്ഥലത്തേക്ക് പോവും. അവിടെയാണ് അപകടം പതിയിരിക്കുന്നത്. ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരി സ്നേഹം നടിച്ചു കൊണ്ടുവരുന്ന വ്യക്തികളുണ്ടാവും. അവരെ പുറമെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ സ്നേഹം കിട്ടാതെ മരുഭൂമിയിൽ കഴിയുന്ന ഈ കുഞ്ഞു വിചാരിക്കുന്നത് ആ വരുന്ന ചേട്ടനാണ് എന്നെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നത്. ആ ചേട്ടൻ എന്നെ മോളെ മോനെ എന്നൊക്കെ വിളിക്കുമ്പോൾ ആ ചേട്ടന്റെ കൂടെ പുറകെ പോകും. പിന്നെ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കണം നമുക്കറിയാമല്ലോ. മുഖത്തിടാനുള്ള പൗഡറല്ല കൊടുക്കുന്നത്, വലിക്കാനുള്ള പൊടിയാ. ആ പൊടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ബോധം അങ്ങ് പോവും, ബോധമില്ലാതാകും. പിന്നെ അവൻ നടക്കുന്നതിന് പകരം പറന്നായിരിക്കും പോകുന്നത്. പിന്നെ അവനെ തിരിച്ചു പിടിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? വീട്ടിൽ കൊടുക്കേണ്ടത് വീട്ടിൽ കൊടുക്കുക, കുടുംബത്തിൽ കൊടുക്കേണ്ടത് കുടുംബത്തിൽ കൊടുക്കുക. നിങ്ങൾ കുടുംബത്തിൽ കൊടുക്കേണ്ടത് കുടുംബത്തിൽ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അവൻ കിട്ടണിടത്ത് പോയി വാങ്ങിക്കും. ആ കിട്ടുന്ന സാധനമോ നല്ലതാണെന്ന് നമുക്കൊരു ഉറപ്പുമില്ല.
നമുക്കറിയാം, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം നല്ല രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് പുറത്തു പോയി ഒരു ഭക്ഷണശാലയിൽ പോയി കഴിയുമ്പോൾ അവരെങ്ങനെയാണ് ആ ഭക്ഷണം ഉണ്ടാക്കുന്നതെന്ന് പോലും നമുക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ സ്നേഹവും കരുണയും നമ്മുടെ കുടുംബത്തിൽ പാകത്തിന് നമ്മുടെ മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ മക്കൾ അയൽവാസിയുടെ വീട്ടിൽ പോയോ അല്ലെങ്കിൽ മറ്റൊരു സുഹൃത്തിന്റെ വീട്ടിൽ പോയോ ഇതൊന്നും വാങ്ങിക്കേണ്ട ഒരു അവസ്ഥ അവനുണ്ടാകുകയില്ല. അല്ലെങ്കിൽ അവൻ അന്വേഷിച്ചു പോവുകയും ചെയ്യും. അത് കണ്ടെത്തുന്നത് യഥാർത്ഥത്തിലുള്ള സ്നേഹമല്ല എന്നുണ്ടെങ്കിൽ അവൻ്റെയോ അവളുടെ ജീവിതമോ അവിടെ തകരും. പ്രിയ സഹോദരങ്ങളെ, ഞാൻ പറയുകയുണ്ടായി, നാം ഓരോരുത്തരും കർത്താവിൻ്റെ ഛായയിലും സദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ്. നാം നമ്മുടെ അസ്തിത്വം, നമ്മൾ ആരാണെന്നുള്ള ബോധ്യം നമ്മൾ ഒരിക്കലും മറക്കാതിരിക്കുക. ദൈവം, സ്നേഹമാകുന്ന ദൈവം തൻ്റെ ഛായയിലും സദൃശ്യത്തിലുമാണ് നമ്മെ സൃഷ്ടിച്ചുവെങ്കിൽ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവൻ നിറച്ചിരിക്കുന്നത് അവൻ്റെ സ്നേഹമാണെങ്കിൽ, നമ്മുടെ ഉള്ളിൽ നിറച്ചിരിക്കുന്നത് അവൻ്റെ കരുണയാണെങ്കിൽ, ഈ കരുണ മറ്റുള്ളവരോട് പങ്കുവെച്ചു നൽകുവാനായിട്ട് ഈ സമരിയാക്കാരനെ പോലെ മറ്റുള്ളവരോട് കാരുണ്യപൂർവ്വം കാണുകയും അനുകമ്പ തോന്നുകയും അവരുടെ അടുത്തു ചെല്ലുകയും ശുശ്രൂഷിക്കുകയും മുറിവുകൾ വച്ചുകെട്ടുകയും അവനെ പരിചരിക്കുകയും ചെയ്താൽ മാത്രമേ ഈ തപസ്കാലം അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം പൂർണ്ണമാക്കുകയുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുരോഹിതനെ പോലെയും ആ ലേവ്യനെ പോലെയും കണ്ടിട്ട് കാണാതെ മുന്നോട്ട് പോകും. അതിനാൽ പ്രിയമുള്ളവരെ, ഇന്ന് ഈ നിമിഷം നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ അവിടുത്തെ കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ഇനിയുള്ള നമ്മുടെ ജീവിതകാലം എങ്കിലും സ്നേഹം കൊടുക്കേണ്ടവർക്ക് സ്നേഹം കൊടുക്കുവാനും കരുണ കൊടുക്കേണ്ടവർക്ക് കരുണ കൊടുക്കുവാനും വച്ചു കെട്ടേണ്ട മുറിവുകളെ സ്നേഹത്തോടുകൂടെ വച്ചു കെട്ടിക്കൊണ്ട് കരുണയുടെ വക്താക്കളായിട്ട്, കരുണയുടെ പ്രവാചകന്മാരായിട്ട്, കരുണയുടെ മറ്റുള്ളവരിലേക്ക് കരുണ കൊണ്ടുപോകുന്ന വ്യക്തികളായിട്ട് നാം ഓരോരുത്തരും മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.